മുൻ ഭാര്യ വ്യാജ പോക്സോ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി യുവാവ് രംഗത്ത്. കേസ് കൊടുക്കാതിരിക്കാൻ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തന്റെ സ്വത്ത് കൈക്കലാക്കാൻ നിരന്തരം തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായും നന്നമ്പ്ര സ്വദേശി ഷാജി ആരോപിച്ചു. ഷാജിക്കെതിരെ മുൻ ഭാര്യ റഹ്മത്തുന്നീസ കൊല്ലാൻ ശ്രമിച്ചെന്നാരോപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണവുമായി ഷാജി രംഗത്തെത്തിയത്. നിരന്തരം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായാണ് യുവാവിന്റെ പരാതി. നന്നമ്പ്ര തട്ടത്തലം സ്വദേശി ചിത്രാമ്പള്ളി ഷാജിയാണ് മുൻ ഭാര്യ കക്കാട് കുന്നത്ത് വീട്ടിൽ പൂച്ചെങ്കിൽ റഹ്മത്തുന്നീസക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഷാജിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തിരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച റഹ്മത്തുന്നീസ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയ സാഹചര്യത്തിലാണ് ഷാജി വാർത്താസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദമാക്കിയത്. കോടതി നിർദ്ദേശപ്രകാരം ഷാജിയുടെ വീട്ടിൽ താമസിക്കുന്ന റഹ്മത്തുന്നീസ നിരന്തരം പ്രകോപനമുണ്ടാക്കി കേസിൽ കൊടുക്കുകയാണെന്നും താൻ ആക്രമിച്ചുവെന്ന് പറയുന്നത് കളവാണെന്നും ഷാജി ആരോപിച്ചു. ഇവിടെ ഞാൻ വിവാഹം കഴിച്ചത് ഇവളുടെ കസിൻ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ചെമ്മാട് ബൈപ്പാസ് റോഡിൽ ഒരു കഫേ റെസ്റ്റോറൻറ്റ് തുറന്നിരുന്നു. അതിലൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, മാനു എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദാണ് അവൻ്റെ പേര്. അവൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ട് ഇവിടെ അമ്മാവൻ്റെ മകളാണ്. അവനാണ് ഈ ഒരു ബന്ധം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചതുമില്ല. അതിലാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇവര് സൈക്കോ വെച്ചിട്ട്, അതായത് ഈ മനോരോഗം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്താണ്, പക്ഷെ ഇവിടെ മെഡിസിൻ കഴിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ കേസിൽ കാര്യങ്ങൾക്ക് അവൾക്ക് ഈ 2 ടീമിനേറ്റും കേസ് നടത്തി പരിചയമുണ്ട്. എനിക്കാണെങ്കിൽ അത് പരിചയമില്ല. തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസിൽ ചുമത്താൻ പരാതി നൽകുകയും പിൻവലിക്കാൻ 25 ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. തന്നെയും ഉമ്മയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി തന്റെ സ്വത്തും പണവും കൈക്കലാക്കാനാണ് ഇവരുടെ ശ്രമമെന്നും നേരത്തെ നടന്ന 2 വിവാഹങ്ങളിലും ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും ഷാജി പറഞ്ഞു. ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ 5 കേസുകളുണ്ടെന്നും ഷാജി കൂട്ടിച്ചേർത്തു. കേരള വിഷൻ, തിരുരങ്ങാടി.